Hello everyone, welcome back to my channel. This is Venma. എൻ്റെ ഈ കോലം കണ്ട് പേടിക്കണ്ട കേട്ടോ. ഞാൻ നമ്മുടെ ബ്യൂട്ടി ചാനലിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കുമായിരുന്നു. അപ്പം ആ വേഷത്തിൽ തന്നെ എനിക്ക് ഫിഷ് ബിരിയാണി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻട്രോ കൂടെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വേഷത്തിൽ തന്നെ വന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കാണും. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നമ്മൾക്കൊരു ഫിഷ് ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട്. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചൊന്നും ചെയ്തല്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നെയ്മീൻ കിട്ടിയില്ലായിരുന്നു. ഞാൻ കേര ഫിഷ് എനിക്ക് കിട്ടിയത്, പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു. റെഡിയാക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു, സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കേര മീൻ വെച്ചിട്ടായാലും ബിരിയാണി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒട്ടും താമസിക്കാൻ നമുക്ക് ബിരിയാണി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഓക്കെ, ഹലോ, പുതിയ ആളാണല്ലേ എങ്കിൽ ദാണ്ട് ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് വന്നല്ലോ, അതുകൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക് യു. നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കേര ഫിഷാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. നെയ്മീനാണ് ഏറ്റവും ബെസ്റ്റ്, പക്ഷേ എനിക്ക് നെയ്മീൻ കിട്ടിയില്ലായിരുന്നു. അപ്പം കേര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഒരു വീഡിയോയും കൂടി എടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുക കേട്ടോ. അപ്പം ഫിഷ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് പാത്രം വെച്ച് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ചേർക്കുന്നത് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 സ്പൂണ് നല്ല മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂണ് ഫിഷ് മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് മസാല പുരട്ടി കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. പിന്നെ ഒരു 1/2 മുറി നാരങ്ങയാണ്, കുരു എല്ലാം കളഞ്ഞിട്ടെടുത്ത നാരങ്ങ നന്നായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതായത് മസാലയെല്ലാം നന്നായിട്ടൊന്ന് ഈവനായിട്ട് പിടിക്കാനും മീനിലേക്കൊക്കെ ഒന്ന് പിടിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഫിഷ് മസാലയെല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 20 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അത്രയും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. ചെറിയ തീയിലിട്ടിട്ട് നമുക്കെല്ലാ ഫിഷും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാവേ. ആദ്യം നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാവേ. ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളേ. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇതൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിനി മാറ്റാവേ. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കിസ്മിസാണേ. ഇത് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വീർത്ത് വരും. ആ സമയത്ത് നമുക്ക് പാനിൽ നിന്ന് നിൽക്കാം. ഇതൊക്കെ ഞാൻ അതിന് മുന്നേ ചെയ്ത ബിരിയാണിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിന്നെയും കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കാം.
നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ആ സമയത്ത് മാത്രം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി. അതുവരെ ഇത് എണ്ണയിൽ കിടന്ന് ഫ്രൈ ചെയ്യണം. ചെറിയ തീയിലിട്ടേക്കണേ. ഫുൾ തീയിലിട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും എണ്ണയിൽ നിന്ന് മാറ്റാവേ. ഇനി നമുക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 6 വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളക് ചതച്ചതും കൂടെയാണ്. ഇത്രയും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 സവാളയാണ്. മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയുടെ എണ്ണ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ, കാരണം ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റി ബിരിയാണി ചെയ്യുന്നുള്ളതുകൊണ്ട് ഇത്രേ ചെയ്യുന്നുള്ളേ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മുടെ സവാളയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. ഈ പൊടികൾക്ക് കൂടെ മസാല ഇടുമ്പോഴത്തേനും എണ്ണ വേണമല്ലോ, അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അല്ലാതെ ഒരുപാട് ഒഴിച്ചതല്ല, മസാലകൾ കൂടെ വേണ്ടിയത് കൊണ്ട് ഞാൻ ഒഴിച്ചതാണ്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അര സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. ചിലർ ഫിഷ് മസാല ചേർക്കാറില്ല കേട്ടോ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പം. പക്ഷെ ഫിഷ് മസാല ചേർക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുക്കാൽ സ്പൂണ് നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടിയും ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ മുളക് പൊടി ഒന്നിച്ച് വരുമ്പോൾ ഭയങ്കര എരിവാകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രയും മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം മുളക് പൊടിയിലൊക്കെ. പൊടിയെല്ലാം നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴരട്ടെ. നിങ്ങൾക്കിത് ഡ്രൈ ആയിട്ടാണ് പൊടി ഇരിക്കുന്നതെങ്കിൽ, എണ്ണ കുറവാണെങ്കിൽ, നിങ്ങൾക്ക് എണ്ണ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കാനായിട്ട്. നമ്മുടെ പൊടികളുടെയൊക്കെ റോ സ്മെല്ല് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കണം കേട്ടോ. കാരണം എപ്പോഴും അറിയാമല്ലോ, എല്ലാ റെസിപ്പിയിലും ഞാൻ പറയുന്നതാണ്, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തലിഞ്ഞ് ചേരണം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴന്ന് ഇതിൽ ഈവനായി ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവേ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മീനിലേക്ക് പിടിക്കാനായിട്ടാണ്. അതിന് ഉപ്പ് നോക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മസാല നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് ഈ ഗ്രേവിയൊക്കെ ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം. ചെറു തീയിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാ മസാലകളും ഒന്ന് പിടിക്കട്ടെ കേട്ടോ. മീനിലേക്ക് ഈ ഗ്രേവി എല്ലാം ഒന്ന് നന്നായിട്ട് ചേർന്ന് പിടിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെറു തീയിലിട്ടാൽ മതി. ആ ചോറ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഞാൻ സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഓൾ സ്പൈസസ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഓൾ സ്പൈസസ് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ ചില സമയത്തൊക്കെ സവാള ചേർത്ത് കൊടുക്കാറുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. സവാള ഞാൻ ഇതിലേക്കൂടെ ഉള്ളത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റൈസ് മാത്രം. ഇപ്പോൾ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുന്നെങ്കിൽ സവാള എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അരി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ
ഞാനിപ്പോൾ 2 ഗ്ലാസ് അരി എടുത്തേക്കുന്നത്. കൈമ റൈസാണ്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് 3 ഗ്ലാസ് വെള്ളം വേണം നമുക്ക്. അതുപോലെ തന്നെ ഇത് ഞാൻ നന്നായി കഴുകി 20 മിനിറ്റ് നന്നായി കുതിർത്തിട്ട് ഊറ്റിയെടുത്ത് വെച്ചിരുന്ന അരിയാണ്. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. നമ്മൾ അരി അളന്ന അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ ഞാൻ 2 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ ഫുള്ളിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു നാരങ്ങ ജസ്റ്റ് ഒന്ന് അരമുറി മുഴുവൻ ഇടണ്ട, ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അരി ഒട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂണോളം നെയ്യൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചോറ് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കണം. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു ക്ലോത്ത് ഇട്ടിട്ട് അടപ്പ് വെച്ച് അടച്ച് വെക്കുക ചെയ്യാറ്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം നമുക്ക് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ, കറക്റ്റ് 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ ചോറ് നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായി വരും. 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ടേ. നമുക്കിനിത് തുറന്ന് നോക്കാം. നമ്മുടെ ചോറൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്കിത് ദമ്മിലിടാം കേട്ടോ. ഈ ഒരു ചൂടോടെ തന്നെ വേണം നമ്മൾ ദമ്മിലിടാനായിട്ട്. കാര്യമായിട്ടൊന്നും മണലോ കാര്യങ്ങളോ ഇട്ടിട്ടൊന്നുമല്ല, ജസ്റ്റ് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ആകാനായിട്ട് ഇട്ട് വയ്ക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫിഷ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ചെറിയൊരു ഗ്രേവി ഉണ്ട് കേട്ടോ. ആ ഒരു ഗ്രേവി വേണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറിലേക്ക് മിക്സ് ചെയ്യുമ്പോഴത്തേന് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ല. ഇവിടെ എല്ലാവർക്കും ഇച്ചിരി ഗ്രേവിയോടുകൂടി ഇടുന്ന ഇഷ്ടം. അപ്പം കണ്ടില്ലേ, ഈ ഒരു ഇതേ ഉള്ളൂ. ഇനി സ്പൂണിട്ട് ഇളക്കരുത് കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ മീൻ അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്കിത് ദമ്മിലിടാം. ഞാനൊരു കുക്കറിലോട്ടാണ് ഇടുന്നത്. ഒരു കുക്കർ വെച്ചിട്ട് കുറച്ച് പേരിന് മാത്രം നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അടിയിലൊന്നും പിടിക്കാതിരിക്കാനും. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ചോറിട്ട് കൊടുക്കാം. ഞാനിത് 2 പാർട്ടായിട്ടേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒരു തട്ടായിട്ട് മേളി ചെയ്യുന്നില്ല. ചോറിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ കുറച്ച് നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവാള, കാഷ്യൂനട്ട്, കിസ്മിസ് ഇത്ര ഇട്ട് കൊടുക്കുക. ബാക്കി ചോറിട്ട് കൊടുക്കാവേ. ഇനി ഫൈനലായിട്ട് നമ്മുടെ ബാക്കി മുഴുവനുള്ള കാഷ്യൂനട്ടും സവാള വറുത്തതും കിസ്മിസും എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചു വെക്കാം കേട്ടോ. വിസിലും ഇട്ട് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഫ്ലെയിം ഞാൻ ഫുൾ ഓഫ് ചെയ്ത് കേട്ടോ. ഫ്ലെയിം ഇട്ടിട്ടില്ല. എന്നിട്ട് ആ ഇരിക്കുന്ന ചൂടിൽ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫിഷ് ബിരിയാണി. എളുപ്പമാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്, എനിക്ക് ഓരോന്നായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് താമസം. ഒന്നിച്ച് ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ. വീഡിയോ ഇഷ്ടമായോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക.